ഞാൻ അഭിനയം തുടങ്ങിയത് ഒരു പ്രൊഫഷനായിട്ട് തുടങ്ങിയത് ഒരു 56 വർഷമായി. അഭിനയം മാത്രമാണ്. ഞാൻ കോളേജ് കഴിഞ്ഞു 10-13 വർഷത്തോളം നാടകത്തിലായിരുന്നു. നാടകം അച്ഛൻ്റെ കൂടെ വിശ്വകേരള കലാസമിതി ഞങ്ങളുടെ സ്വന്തം സമിതിയാണ്. അച്ഛന് എൻ്റെ അമ്മ, എൻ്റെ ചിറ്റ, അച്ഛൻ്റെ പെങ്ങൾ, എൻ്റെ സിസ്റ്റർ, ഞങ്ങളെല്ലാവരും നടികളന്മാരായിട്ടൊരു നാടക ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ. അവിടെ 10-13 വർഷം ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം അഭിനയിച്ച നടികളന്മാരുണ്ടാവും. ഈ ഓരോ വർഷവും ഓരോ നാടകം കളിക്കുമ്പോൾ എല്ലാവരും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അത് അച്ഛനാണ് ഡയറക്റ്റ് ചെയ്തത്. ഹൗ ടു മേക്ക് എ ക്യാരക്ടർ, എങ്ങനെയാണ് കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് എന്ന് അച്ഛൻ ഓരോരുത്തർക്കും ഈ കഥാപാത്രം എന്താണെന്നും ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, എങ്ങനെയാണ് അയാളുടെ സാഹചര്യം, ഇവിടെ എത്തിപ്പെട്ടത്, ഇപ്പം അയാൾ എവിടെ നിൽക്കുന്നു, അങ്ങനെ ഒരു കഥാപാത്രം എന്താണെന്നുള്ളത് നടത്തി പറഞ്ഞ് അയാളുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അച്ഛൻ. ഇത് കണ്ടു വളർന്നതാണ്. അത് ഞങ്ങളുടെ കൂടെയുള്ള പല നടികളന്മാരും അത്ഭുതകരമായിട്ടുള്ള കഥാപാത്രങ്ങളാൽ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ യൂണിവേഴ്സിറ്റി പോയാലും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ഉൾപ്പെടെയുടെ മകനായിട്ട് ജനിച്ചു. അങ്ങനെ ഒരു നാടക ഗ്രൂപ്പിൽ പ്രവർത്തിക്കാൻ പറ്റിയത്. ഇത്രയും മലയാളത്തിലെ മിക്ക നടികളന്മാർ, നാടകനടന്മാർ, ഇപ്പം ഉർവശിയുടെ അച്ഛൻ ദീപികനായിരുന്നവരാണ്, അങ്ങനെയുള്ള അനവധി നടികളന്മാർ മലയാളത്തിൽ, ഇവരെല്ലാം ഞങ്ങളുടെ നാടകത്തിൽ അഭിനയിച്ചിട്ടാണ്. അപ്പം അവരൊക്കെ അത്ഭുതകരമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് കഥാപാത്രം ആ ആളല്ലത് എന്ന് തോന്നുന്ന രീതിയിലുള്ള മാറ്റമാണ് അത് സൃഷ്ടിക്കുന്നത്. അപ്പം അത് കണ്ട് വളരാനുള്ള ഭാഗ്യം ഉണ്ടായി. പിന്നെ സിനിമയെ വന്നപ്പോൾ ഞാൻ 83 സിനിമയിൽ വളരെ സജീവമായത്. അപ്പോൾ ഒരു 43 വർഷം സിനിമ മാത്രമാണ്. ഈ ഇത്രയും വർഷം വളരെ വ്യത്യസ്തരായ ഡയറക്ടേഴ്സ്, ഇതുപോലുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. മമ്മൂട്ടി, മോഹൻലാൽ, ടീച്ചർമാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ എനിക്കും പറ്റിയത്, എനിക്കും പറ്റിയ ഭാഗ്യം അതാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ പറ്റി. അത് എത്രയും വ്യത്യസ്തമാക്കാൻ പറ്റുമോ അത് വ്യത്യസ്തമാക്കാൻ ഞാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാനൊരു കഥാപാത്രത്തെ അഭിനയിക്കുന്നത് എൻ്റെ മുഖം കൊണ്ടല്ല ഞാൻ അഭിനയിക്കുന്നത്, എൻ്റെ മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് ഞാൻ ആ കഥാപാത്രം ആകാൻ ശ്രമിക്കും. അത് എത്രമാത്രം ഭംഗിയാവുന്നുണ്ട് ചിലതൊക്കെ അതൊന്നും വിചാരിക്കുന്നത് പറ്റില്ല. പിന്നെ ഒരേ പാറ്റേൺ ഇപ്പോൾ മുഖ്യമന്ത്രി, ഞാൻ എത്ര മുഖ്യമന്ത്രി അഭിനയിച്ചിരിക്കുന്നു, എത്ര പൊളിറ്റീഷ്യൻ അഭിനയിച്ചിരിക്കുന്നു. ഒരു പരിധിക്കപ്പോഴത്തെ വ്യത്യാസമാക്കാൻ പറ്റും. എൻ്റെ ഈ ഭാവം, എൻ്റെ ശരീരമൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ എൻ്റെ കൈയും കാലും എൻ്റെ മുഖമൊക്കെ അല്ലേ, മാക്സിമം ഞാൻ ട്രൈ ചെയ്യും വ്യത്യസ്തമാക്കാൻ. പിന്നെ ഈ ഡയറക്ടർ പറയുന്നത് മുരളി ഗോപി ആ കഥാപാത്രം എങ്ങനെയായിരിക്കും ചേട്ടാ, ഈ മുഖ്യമന്ത്രി എങ്ങനെയാണ്, മറ്റൊരു മുഖ്യമന്ത്രി വേറെ രീതിയിലാണ്. ഇപ്പം ഞാൻ രാജു പൃഥ്വിരാജ് എന്ന കൂടെ ഉണ്ട്, അയാൾ നോബഡി, അതിനകത്ത് മുഖ്യമന്ത്രിയാണ്. അത് വേറെ ടൈപ്പാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് സ്വഭാവത്തിലാണെന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റർ പറയും. പിന്നെ ഡയറക്ടർ ഓരോ സീൻ പറയുമ്പോൾ അതിന് മുമ്പിപ്പം ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചാലായത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സീക്വൻസും ചേട്ടാ അങ്ങനെയാണ് ഈ സിറ്റുവേഷൻ, അങ്ങനെയായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മളൊരു ബോധമുണ്ടാകും നമ്മുടെ മനസ്സിൽ. ആ മനസ്സാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതിങ്ങനെയുള്ള ആൾക്കാരോട് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് അതിന് ശാരീരികൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹം മുമ്പേ വെച്ച് തമിഴ് ഇങ്ങനെ മലയാളത്തിൽ അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിന് തമിഴും മലയാളവും അദ്ദേഹത്തിന് ഏത് റേഞ്ചിലും പോകാൻ പറ്റും. അദ്ദേഹം തമിഴ് ചെയ്യുമ്പോൾ തമിഴ് പലപ്പോഴും പലതും ചിലപ്പോൾ ഒരു എക്സാജറേഷൻ ഉണ്ടാകും. പക്ഷെ ഇപ്പം അതില്ലാതെ ഇപ്പം പലരും വളരെ റിയലിസ്റ്റിക്കാണ് അവിടെ ചെയ്യുന്നത്. പണ്ട് ശിവാജി സാറിൻ്റെ കാലഘട്ടം മുതൽ ഉള്ളൊരു ശീലമാണ്, അത് മാറി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പം ഇദ്ദേഹം അങ്ങനെ അതില്ല, നമുക്കങ്ങനെ പെടുത്താൻ തമിഴ് നടന്നോ മലയാളം നടന്നോ വിവക്ഷിച്ച് പറയാൻ പറ്റില്ല. അദ്ദേഹം നടനാണ് ആതിഥ്യമായിട്ട്. അത് അദ്ദേഹം ഇപ്പം ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം നമ്മളിപ്പം കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ തോന്നി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അദ്ദേഹം കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് ക്യാരക്ടർ അവസാന നിമിഷം എന്നെ വെടിവെക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം നോക്കുമ്പോൾ ഞാനൊക്കെ ഭയം തോന്നണമെങ്കിൽ അദ്ദേഹത്തിന് നിപ്പ് കാണണം. ആ ചൂണ്ടി നിൽക്കുമ്പോൾ ഇത്രയും ഗംഭീരനായ ഒരു മനുഷ്യനാണെങ്കിലും ചെയ്യുന്ന എന്ത് ചെയ്യാൻ വഴിയില്ലാത്തവരാണെങ്കിലും ഒരു പകപ്പുണ്ട് അയാളുടെ. ആ പകയ്ക്കണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നതിനാണ് അതുപോലെ അഭിനയിക്കണം. അപ്പോൾ അഭിനയിക്കാൻ അയാളുടെ ആ ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പൊടിപടലമുള്ള ഇവിടെ ജയിച്ചാർക്കുന്ന സ്ഥലത്താണ്. മുഴുവൻ പൊടിയാണ്, പൊടിയുന്ന പൊടി കാറ്റ്
അദ്ദേഹം തോക്കുമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയം തോന്നും, തോന്നിപ്പിക്കണം. അതാണ് നടൻ. അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ എന്തെങ്കിലും ഉണ്ടാകും. അതിനൊരു കുടക്കൽവാദമുണ്ട് കളിയെന്ന പോലെ തന്നെ. അതാണ് നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ മലയാളത്തിൽ